എവ്രിവൺ വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ടോ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട്, അപ്പോൾ നമുക്കിന്ന് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടോ. ഇതിൻ്റെ ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്യുന്നത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ഹാമ്പറിൽ ഒരുപാട് കഥകളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇത് ഉണ്ടാക്കുന്നത് ഒരു രാത്രി 12 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് എൻ്റെ കസ്റ്റമർ ഓർഡർ തന്നത് പിറ്റേന്നാണ് ആളെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ. ആൾ വേറെ ആരുമല്ല, എൻ്റെ സിസ്റ്റർ തന്നെയാണ്. എൻ്റെ സിസ്റ്റർ അറിയാൻ പാടില്ല. നിങ്ങൾ എങ്ങനെയെങ്കിലും എനിക്കൊരു ഹാമ്പർ സെറ്റ് ചെയ്ത് തരുമോ എന്ന് ചോദിക്കുന്നതോ രാത്രി 8 മണിക്ക്. ഞാൻ എന്താ ചെയ്യണത് എനിക്കൊന്നും അറിയുന്നില്ല. ഒന്നാമത് ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിലേക്ക് പോയതാണ്. ജസ്റ്റ് സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ മുഹറം എല്ലാം കൂടി ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയതാണ്. അപ്പോൾ ആൾ എന്നെ കോണ്ടാക്ട് ചെയ്ത് പറഞ്ഞു, നാളെ എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ അല്ലേ, എനിക്കൊരു ഗിഫ്റ്റ് കൊടുക്കണമെന്നുണ്ട്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കണം, എന്തെങ്കിലും ചെയ്തു തരുമോ വെച്ച്. ഞാൻ അയ്യോ എന്താ ഇപ്പോൾ ചെയ്യുക, ഒന്നും ഹാമ്പർ വാങ്ങാനുള്ള സമയമല്ല, നമുക്ക് ബോക്സ് എടുക്കാനുള്ള സമയം ഒന്നുമില്ല. പക്ഷെ എനിക്കാണെങ്കിൽ ഈ ഒരു ഓർഡർ വിട്ട് കളയാനുമല്ല. ലാസ്റ്റ് ഞാൻ ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആൾ പറഞ്ഞു സിസ്റ്റർ അറിയാൻ പാടില്ല, സർപ്രൈസ് ആയിട്ട് തന്നെ കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ എല്ലാവരും ഉറങ്ങുന്നവരെ വെയിറ്റ് ചെയ്ത് എനിക്കാകെ ടെൻഷനായിരുന്നു. ലാസ്റ്റ് ഒരു കുഞ്ഞ് ഷൂ ബോക്സ് ഉണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞ ബഡ്ജറ്റ് അത്രയും ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് ഞാൻ ചിന്തിച്ച് എന്നപ്പോൾ ചെയ്യാം. ലാസ്റ്റ് നമ്മളൊരു ഷൂ ബോക്സ് എടുത്ത് പിന്നെ എൻ്റെ സിസ്റ്ററിൻ്റെ തന്നെ മോണ്ടസറി വർക്ക് ചെയ്യുന്ന കുറച്ച് ടൂൾസൊക്കെ എടുത്തിട്ടാണ് നമ്മൾ ഈ ഒരു കലാപരിപാടികൾ തുടങ്ങിയത്. അപ്പോൾ എല്ലാവരും വീട്ടിലത്തെ എല്ലാവരും ഉറങ്ങിയതിന് ശേഷം കേട്ടോ ഈ പരിപാടി തുടങ്ങിയത്. എൻ്റെ മോനും സിസ്റ്ററിൻ്റെ മോനും എല്ലാ കുട്ടികളൊക്കെ ഉറക്കി ആരുമില്ലാത്ത സമയത്ത്. എന്താണെന്ന് വെച്ചാൽ സിസ്റ്റർ ഇതറിയാൻ പാടില്ല, അവൾക്കും ഒരു സർപ്രൈസ് ആയിരിക്കണമല്ലോ. അങ്ങനെ ഞാൻ ഈ ഒരു പരിപാടി തുടങ്ങി. സത്യം പറഞ്ഞാൽ ഈ ഒരു ഹാമ്പർ എങ്ങനെ സെറ്റ് ചെയ്യണം, എന്താ മോഡൽ കൊടുക്കണം ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ ആകെ ഈ ഒരു ബോക്സ് ഫുൾ കവർ ചെയ്തിട്ട് ഞാൻ കുറേ ചിന്തിച്ച് എന്താ ഇപ്പോൾ ചെയ്യുക. അപ്പോൾ തന്നെ 1 മണി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഫോം ഷീറ്റും അതും ഇതൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ നമ്മൾ എന്തൊക്കെ തട്ടിക്കൂട്ടി ഒരു പരിപാടി അങ്ങോട്ട് ചെയ്തിട്ടോ. അറിയില്ല അന്ന് എന്താ ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്യേണ്ടത് ഒന്നും അറിയുന്നില്ല. ഓർഡർ ആണെങ്കിൽ നമ്മൾ എടുത്തും പോയി നമ്മൾ ഹാമ്പർ വാങ്ങിക്കാൻ പോലും സമയമില്ല. രാത്രി പാതിരാത്രി നമുക്ക് പോയിട്ട് ഹാമ്പറും ചോക്ലേറ്റും ഒന്നും വാങ്ങിക്കാൻ പറ്റില്ലല്ലോ. ലാസ്റ്റ് ഒരു മണിയായപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ച് ഇനി അടുത്ത് എന്ത് ചെയ്യാം, ഈ ഹാമ്പർ ഇനി നമുക്ക് ഈ ഒരു ബോക്സ് എങ്ങനെ നല്ല അടിപൊളിയായിട്ട് ഡെക്കോർ ചെയ്യാമെന്ന് ഒരു ഐഡിയ ഇല്ല. പോരാത്ത എൻ്റെ ടൂൾസ്, അതായത് നമ്മളൊരു ക്രാഫ്റ്റേഴ്സ് ആകുമ്പോൾ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഉള്ളത് അച്ഛൻ്റെ വീട്ടിലാണ്, എൻ്റെ വീട്ടിലില്ല. ഞാനാണെങ്കിൽ ഒരു ദിവസത്തിന് പോയതാണ്. അപ്പോൾ എനിക്ക് 8ൻ്റെ പണി കിട്ടി. പിന്നെ കസ്റ്റമേഴ്സ് പറഞ്ഞാൽ ഞാൻ നോ പറയില്ല. പ്രത്യേകിച്ചിട്ട് എൻ്റെ സിസ്റ്ററിൻ്റെയും കൂടി കാര്യമായപ്പോൾ ഞാൻ വിചാരിച്ചു ഉള്ളത് വെച്ചിട്ട് ഓണം പോലെയെന്ന് വെച്ചത്, ഉള്ളത് വെച്ച് ഓണം പോലെയെന്നുള്ള പോലെ നമ്മൾ ഉള്ളത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ആളും എങ്ങനെ വേണമെങ്കിൽ ചെയ്തോ, അത് നിങ്ങളെ ഇഷ്ടമാണ്. എനിക്ക് ഒട്ടാകെ ആൾക്കിത് ഇഷ്ടപ്പെട്ടാൽ മതി. നമ്മൾ ക്ലയൻറ്റ് പറഞ്ഞൊരു കാര്യം എൻ്റെ സിസ്റ്ററിന് ഇത് ഇഷ്ടപ്പെട്ടാൽ മതി, വേറെ എന്തായാലും കുഴപ്പമില്ല. ലാസ്റ്റ് എങ്ങനെയൊക്കെ തട്ടിക്കൂട്ടി നമ്മൾ പരിപാടി ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. നമ്മൾ ഹാമ്പറിൻ്റെ ആൾക്ക് നമ്മളെ ക്ലയൻറ്റിന് ഒരുപാട് ഇഷ്ടപ്പെട്ടതിന് പ്ലസ് എൻ്റെ സിസ്റ്ററിന് ഇത് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിൻ്റെ ചോക്ലേറ്റൊക്കെ ഞാൻ മോർണിംഗ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാൻ നമ്മളൊരു റെസ്റ്റോറൻറ്റിലാണ് പോയിട്ടുണ്ടായത്, ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ആ ഒരു പോകുന്ന സമയത്ത് ഞാൻ ചോക്ലേറ്റൊക്കെ വാങ്ങി ഇത് ഫില്ല് ചെയ്തിട്ട് സിസ്റ്ററിന് സർപ്രൈസ് ആയിട്ട് കൊടുത്തതാണ്. പക്ഷേ ആ ഒരു സർപ്രൈസ് ആയിട്ട് കൊടുത്ത വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് പബ്ലിക് പ്ലാറ്റ്ഫോം ആണല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാനുള്ള കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന എല്ലാ വർക്കും കൂടുതൽ വർക്കും ഇങ്ങനെ കേട്ടോ പെട്ടെന്നായിരിക്കും നമുക്ക് കിട്ടുക. നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.